Hello everyone. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന പേപ്പറിലെ ബ്ലോക്ക് 4 ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സൈബർ ലോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സൈബർ ലോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ലോ ഡീലിംഗ് വിത്ത് ലീഗൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇന്റർനെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി എസെൻഷ്യലി ഗവേണിംഗ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ ഇന്റർനെറ്റ്. സൈബർ ലോ നമുക്കറിയാവുന്നതാണ്. അതായത് ഇന്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, സൈബർ സ്പേസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെഗുലേഷൻസ്, ഗവേണൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഒക്കെയാണ് സൈബർ ലോക്കകത്ത് വരുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഓവേഴ്സീ ചെയ്യുന്ന ഒരു ലോയാണ് സൈബർ ലോ എന്ന് മനസ്സിലാക്കാം. ഓക്കെ. And the rise of e-commerce created the need for strong regulatory mechanism. E-commerce, e-businesses വന്നതോടുകൂടിയാണ് ഇലക്ട്രോണിക് വൽക്കരിക്കുന്നത്. ഈ ബിസിനസ്സിനെയും ട്രാൻസാക്ഷൻസിനെയും മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. സോ അത്തരമൊരു സാഹചര്യത്തിലാണ് സൈബർ ലോയുടെയും ആവശ്യകത വരുന്നത്. സൈബർ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇത്രയും ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫ്രോഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെയെല്ലാം ഫോർസി ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലോ ആവശ്യമായിട്ട് വന്നു. സോ അങ്ങനെയാണ് സൈബർ ലോ നിലവിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് കവേഴ്സ് ദ ഏരിയാസ് സച്ച് ആസ് എന്തൊക്കെയാണ് സൈബർ ലോക്കകത്ത് വരുന്നത്? സൈബർ ക്രൈംസ്, ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി ഒക്കെയാണ് സൈബർ ലോയുടെ അകത്ത് വരുന്നത്. ഓക്കെ. ഇത്തരം കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്രൈംസും കേസസും ഡിസ്പ്യൂട്ട്സ് ഒക്കെ എല്ലാം നോക്കുന്നത് സൈബർ ലോ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി സൈബർ ലോ ഇൻ ഇന്ത്യയാണ് പറയുന്നത്. ഇൻ ഇന്ത്യ സൈബർ ലോ കണ്ടെയ്ൻഡ് ഇൻ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, അതായത് 2000 IT ആക്ടിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതായത് 2000 October 17, 2000 IT ആക്ടിലാണ് സൈബർ ലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു വന്നിരുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദ ആക്ട് ഈസ് ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ഫയലിംഗ് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് വിത്തിൻ ദ ഗവൺമെന്റ്. ആൻഡ് following act rules and regulations are covered under the cyber laws. So cyber lawയുടെ അണ്ടറിൽ വരുന്ന ആക്ട്സും ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ഇൻഫർമേഷൻ ടെക്നോളജി സർട്ടിഫൈങ് അതോറിറ്റീസ് റൂൾസ് 2000, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് റൂൾസ് 2004, ഇൻഫർമേഷൻ ടെക്നോളജി സർട്ടിഫൈങ് അതോറിറ്റി റെഗുലേഷൻ 2001. ഇതൊക്കെയാണ് സൈബർ ലോയുടെ ഉള്ളിൽ വരുന്നത്. ഇനി സ്കോപ്പ് ഓഫ് സൈബർ ലോയാണ് പറയുന്നത്. Cyber law is associated with all the areas of business which have a technological bent. അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസിന്റെ എല്ലാ ഏരിയാസും സൈബർ ലോക്കകത്ത് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയാസും ഇലക്ട്രോണിക് കൊമേഴ്സ് അല്ലെങ്കിൽ സൈബർ ലോ കവർ ചെയ്യുന്ന ഏരിയാസ് ആയിട്ട് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ്, അതായത് ഇ കൊമേഴ്സ്, ഓൺലൈൻ കോൺട്രാക്ട്സ്, ഇലക്ട്രോണിക് കോൺട്രാക്ട്സ്, ഇലക്ട്രോണിക് ഗവേണൻസ്, അതായത് ഇ ഗവേണൻസ് ആൻഡ് ഇലക്ട്രോണിക് ടാക്സാക്ഷൻ, ഇ ടാക്സാക്ഷൻ, സൈബർ ക്രൈംസ്, അതുപോലെ കമ്പ്യൂട്ടർ ഫോറൻസിക്. ഇതാണ് സൈബർ ലോയുടെ സ്കോപ്പ് ആയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം വന്നിട്ടുള്ളത് ഇ കൊമേഴ്സ് ആണ്. ഇലക്ട്രോണിക് കൊമേഴ്സ് നമ്മൾ ഇ കൊമേഴ്സ് ഈ ബിസിനസ് ആയിട്ട് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക് കൊമേഴ്സ് നമ്മൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ ബൈങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ ഓൺലൈൻ ത്രൂ നടത്തുന്നതിനെയാണ് ഇ കൊമേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത സ്കോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഗവേണൻസ് ആയിരുന്നു. ഇ ഗവേണൻസ് അതായത് ഗവൺമെന്റിന്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ ഡോക്യുമെന്റേഷൻ പരിപാടികളൊക്കെ ഇലക്ട്രോണിക് വൽക്കരിക്കുന്നതിനെയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു carrying out governance functions using ICT. It enables faster data storage, retrieval and processing, improves decision making, enhance transparency and accountability. അതുപോലെ expand the reach of government both geographically and demographically എന്ന് പറയുന്നുണ്ട് ഇലക്ട്രോണിക് ഗവേണൻസിൽ. സിംപ്ലി നമുക്ക് ആലോചിച്ചാൽ മതി, നമുക്കിപ്പോൾ എല്ലാ സർവീസസും ഓൾമോസ്റ്റ് എല്ലാ സർവീസസും ഗവൺമെന്റ് സർവീസസ് കിട്ടുന്നത് ഇലക്ട്രോണിക് രൂപത്തിലാണ്. ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഒരു ബാങ്കിൽ പോകുന്നത് ആലോചിച്ചാൽ പോലും പണ്ടൊക്കെ നമുക്കൊരു 10 രൂപ വിഡ്രോ ചെയ്യണമെങ്കിൽ പോലും ബാങ്കിൽ പോയി നിൽക്കണമായിരുന്നു. ഇപ്പൊ നമുക്ക് ATMs ഉണ്ട്, അതില്ലെങ്കിൽ നമുക്ക് UPI ട്രാൻസാക്ഷൻസ്, കാർഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ വഴി നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എനി ടൈം എനിവെയർ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ കുറെ
കുറെ പഞ്ചായത്ത് വില്ലേജ് ഓഫീസസിലൊക്കെ പോയിട്ട് ക്യൂ നിൽക്കുന്നതിന് പകരം പല കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ് സർവീസസ് ഒക്കെ പ്രത്യേകിച്ചും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഇലക്ട്രോണിക് ഗവേണൻസിൽ പറയുന്നത്. ഇതിന്റെ ഈ ഗവേണൻസിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ബെറ്റർ ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് സർവീസസ്, അതുപോലെ എഫിഷ്യൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, എക്സ്പാൻഡഡ് റീച്ച് ഒക്കെയാണ് ഈ ഗവേണൻസിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഈ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ മേജർ ഇനീഷ്യേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞത് കോമൺ സർവീസ് സെന്റേഴ്സ് ആണ്, CSCs. നമ്മളെ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ, 5.31 lakh CSCs ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ യുമാങ് എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ്സ് 1570 പ്ലസ് ഗവൺമെന്റ് ആൻഡ് 22,000 പ്ലസ് ബിൽ പേയ്മെന്റ് സർവീസസ് വൈ മൊബൈൽ ത്രൂ ബിൽ പേയ്മെന്റ് സാധ്യമാക്കുന്നത്. അപ്പോൾ ഒരുപാട് മെഷേഴ്സ് ഇനീഷ്യേറ്റീവ്സ് പറയുന്നുണ്ട്. ഈ ഡിസ്ട്രിക്ട് MMP, ഡിജി ലോക്കർ ഉണ്ട്, നമ്മുടെ ഡിജിറ്റൽ ലോക്കർ, നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഡിജിറ്റൽ ഫോമിൽ വെക്കുന്ന, അതായത് 11.7 പ്ലസ് ക്രോർ യൂസേഴ്സ് ആണ് ഡിജി ലോക്കറിനൊക്കെ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ UPI ട്രാൻസാക്ഷൻസ്, ദെൻ കോവിൻ എന്ന് പറയുന്നത് 203 പ്ലസ് ക്രോർ വാക്സിനേഷൻസ് ഒക്കെ ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. മൈ ഗവൺമെന്റ്, മേരി പെഹ്ചാൻ എന്നുള്ളത് ഒരു സിംഗിൾ സൈൻ ഓൺ പ്ലാറ്റ്ഫോം ഫോർ ഗവൺമെന്റ് പോർട്ടൽസ് ആണ്. മൈ സ്ക്രീം, അതുപോലെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ദിക്ഷ ആക്ച്വലി എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. അതിൽ ഓൾമോസ്റ്റ് 7,633 കോഴ്സസും 15 പ്ലസ് ക്രോർ എൻറോൾമെന്റ്സ് ഒക്കെ ദിക്ഷയിലുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെന്റ് മേജർ ഇനീഷ്യേറ്റീവ്സ് പറയുന്നത്. ദെൻ അടുത്ത ഒരു സ്കോപ്പായിട്ട് സൈബർ ലോക്കകത്ത് വരുന്ന ഒരു സ്കോപ്പിൽ വരുന്നത് ഇലക്ട്രോണിക് ടാക്സേഷൻ ആണ്. ഇലക്ട്രോണിക് ടാക്സേഷൻ എന്ന് പറയുമ്പോൾ ദ IT Act of 2000, ഇന്ത്യസ് ഫസ്റ്റ് ഇ-കൊമേഴ്സ് ലോ ആയിരുന്നു 2000-ലെ IT Act. ഇറ്റ് റിമെയിൻസ് സൈലന്റ് ഓൺ ടാക്സേഷൻ ലീഡിങ് ടു റവന്യൂ ലോസ് വെൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഗോ അൺടാക്സ്ഡ്. അതായത് ഈ ഒരു 2000-ൽ ഈ ലോ വന്ന സമയത്ത് ഇതിനകത്ത് ടാക്സേഷൻ പെട്ടിട്ടില്ലായിരുന്നില്ല. സോ ഇവിടെ ടാക്സിൽ നിന്നും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എക്സ്ക്ലൂഡഡ് ആയിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെങ്കിൽ ഇപ്പൊ നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. എന്താണ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഇൻ ഇന്ത്യ ആർ ടാക്സ്ഡ് മെയിൻലി ത്രൂ ഇൻഡയറക്റ്റ് ടാക്സസ് ലൈക്ക് വാറ്റ്, വാരിയിങ് ബൈ പ്രോഡക്റ്റ്. അതുപോലെ ഈക്വലൈസേഷൻ ലെവി 2016 ഉണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST 2017 ഒക്കെയാണ് ഇപ്പോൾ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഇൻ ഇന്ത്യ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം വരുന്നത് കമ്പ്യൂട്ടർ ഫോറൻസിക് ആണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കേട്ടിട്ടില്ലേ? കമ്പ്യൂട്ടർ ഫോറൻസിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടർ ഫോറൻസിക് ആണ്. നമ്മളെ ഒരു ക്രൈം നടക്കുമ്പോൾ അവിടെ എന്താണ് ക്രൈം സീനിൽ പോയിട്ട് ഫോറൻസിക്സ് വന്നിട്ട് ഓരോരോ കളക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ? ഡയറക്റ്റ് ആയിട്ടും കണ്ടിട്ടുണ്ടാവും. അതുപോലെ കമ്പ്യൂട്ടറിലെ എവിഡൻസ് എന്താണ് അത് കളക്ട് ചെയ്യുന്ന ക്രൈം റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ കളക്ട് ചെയ്യുന്നതൊക്കെയാണ് കമ്പ്യൂട്ടർ ഫോറൻസിക്കിൽ വരുന്നത്. ഇതും സൈബർ ലോയുടെ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ അതിന്റെ പർവ്യൂക്കകത്ത് വരുന്നതാണ്. സോ it is the process of collecting, analyzing and preserving digital information from computers, mobile phones or other electronic devices, so it can be used as an evidence in investigations നമുക്ക് എവിഡൻസ് ആയിട്ട് തെളിവുകളായിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾ എടുക്കുന്ന ആ ഒരു ക്രൈം സീനിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിക്ടിംസിന്റെ പ്രോസ്പെക്ട്സിന്റെ ഒക്കെ കമ്പ്യൂട്ടേഴ്സോ മൊബൈൽ ഫോൺസോ മറ്റ് ഡിജിറ്റൽ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അത് വാലിഡ് ആണ്, ലോയുടെ മുന്നിൽ വാലിഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ദ ഗോൾ ഈസ് ടു അൺകവർ ദ ട്രൂത്ത് വിതൗട്ട് ചേഞ്ചിങ് ഓർ ഡാമേജിങ് ദ ഒറിജിനൽ ഡാറ്റ. ചേഞ്ച് ചെയ്യുക ഡാമേജ് ചെയ്യുക ചെയ്യാതെ നമ്മൾ എടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ഫോറൻസിക്കിന്റെ യൂസസ് പറയുന്നുണ്ട്. ഫസ്റ്റ്, ലോ എൻഫോഴ്സ്മെന്റ്, ചൂസിങ് എ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ കേസസ് ഒക്കെ വരുമ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഫോറൻസിക് എക്സ്പേർട്ട് അവിടെ ഒരു ക്രൂഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. ഡാറ്റ റിക്കവറിക്ക് അപ്പുറം ദി മസ്റ്റ് എക്സ്പ്ലെയിൻ ദർ മെത്തേഡ്സ് ഇൻ കോർട്ട് ആൻഡ് വിത്ത്സ്റ്റാൻഡ് ക്രോസ് എക്സാമിനേഷൻസ് ഒക്കെ ഈ ഫോറൻസിക്സിനെ എക്സ്പേർട്സിനെ കൊണ്ടുവരാറുണ്ട്. ദെൻ ഹ്യൂമൻ റിസോഴ്സസ്, എംപ്ലോയ്മെന്റ് പ്രൊസീഡിങ്സ് പറയുന്നുണ്ട്. ഫോറൻസിക് ക്യാൻ അൺകവർ എവിഡൻസ് ഇൻ ഹരാസ്മെന്റ്, ഡിസ്ക്രിമിനേഷൻ, റോങ്ഫുൾ ടെർമിനേഷൻ കേസസിലൊക്കെ എവിഡൻസ് അൺകവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറൻസിക്സ് ഉപയോഗിക്കാം. ഇമെയിൽസ്, സെർവേഴ്സ് ആൻഡ് എംപ്ലോയി കമ്പ്യൂട്ടേഴ്സ് പ്രൂഫ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് മസ്റ്റ് ബി കളക്റ്റഡ് ബൈ പ്രൊഫഷണൽസ് ടു റിമെയിൻ അഡ്മിസിബിൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി
വരുന്നത് എംപ്ലോയർ സേഫ് ഗാർഡ് പ്രോഗ്രാംസ് ആണ്. അതായത് ബിസിനസ് യൂസസ് ഫോറൻസിക് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഡാറ്റ തെഫ്റ്റ് ഓർ സബോട്ടേജ്. അതായത് ഡാറ്റ തെഫ്റ്റോ ഡാറ്റ അട്ടിമറികളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടും പ്രൂഫായിട്ട് എവിഡൻസ് ആയിട്ട് നമുക്ക് എന്താണ് കമ്പ്യൂട്ടേഴ്സിനും ഇന്റർനെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഡാറ്റ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുള്ള മെയിൽസും ഫയൽസും നെറ്റ്വർക്ക് ട്രാഫിക്കും അതുപോലെ എന്താണ് നമ്മളുടെ ഏതെല്ലാം നമ്പേഴ്സിലേക്കാണ് SMS-ഉം കോൾസ് ഒക്കെ പോയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിൽ എന്താണ് ഫോറൻസിക് അതിന്റെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നോക്കുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഫോറൻസിക് ആണ്. അതിൽ ഫസ്റ്റ് ഡിസ്ക് ഫോറൻസിക് ആണ്. ഡിസ്ക് ഫോറൻസിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് എക്സ്ട്രാക്ടിങ് ഡാറ്റ ഫ്രം ദ പ്രൈമറി ഓർ ഓക്സിലറി സ്റ്റോറേജ്. എന്നിട്ട് പ്രൈമറി സ്റ്റോറേജിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബൈ സെർച്ചിങ് ആക്റ്റീവ് മോഡിഫൈഡ് ഓർ ഡിലീറ്റഡ് ഫയൽസ് ഒക്കെ എടുക്കുന്നതാണ് ഡിസ്ക് ഫോറൻസിക്. ദെൻ നെറ്റ്വർക്ക് ഫോറൻസിക് ആണ് സെക്കൻഡ് വൺ പറയുന്നത്. ഇറ്റ്സ് എ സബ് ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ ഫോറൻസിക് ദാറ്റ് ഇൻവോൾവ്സ് മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ദ സിസ്റ്റംസ് നെറ്റ്വർക്ക് ട്രാഫിക്. ആ സിസ്റ്റത്തിന് നെറ്റ്വർക്ക് ട്രാഫിക് മോണിറ്റർ ചെയ്യും അനലൈസ് ചെയ്യുന്ന രീതിയാണ് നെറ്റ്വർക്ക് ഫോറൻസിക്. സിസ്റ്റം ട്രാഫിക് നമ്മൾ എന്താണ് എടുക്കുന്നത് വഴി നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ യൂസറിന്റെ ട്രാഫിക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. ദെൻ മറ്റൊന്ന് വരുന്നത് ഡാറ്റാബേസ് ഫോറൻസിക് ആണ്. ഡീൽസ് വിത്ത് ദ സ്റ്റഡി ആൻഡ് എക്സാമിനേഷൻ ഓഫ് ഡാറ്റാബേസ് ആൻഡ് ദ റിലേറ്റഡ് മെറ്റാ ഡാറ്റ. ദെൻ മാൽവെയർ ഫോറൻസിക് ഉണ്ട്. എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സസ്പീഷ്യസ് കോഡ് ആൻഡ് സ്റ്റഡിയിങ് വൈറസസ് വോംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നതാണ് മാൽവെയർ ഫോറൻസിക്കും. ദെൻ ഇമെയിൽ ഫോറൻസിക് ഉണ്ട്. എന്താണ് ഇമെയിൽസ് ആൻഡ് അതിന്റെ റിക്കവറി ആൻഡ് അനാലിസിസ് ഇൻക്ലൂഡിങ് ഡിലീറ്റഡ് മെയിൽസ് കലണ്ടേഴ്സ് ആൻഡ് കോണ്ടാക്ട്സ് ഒക്കെ. ദെൻ മെമ്മറി ഫോറൻസിക് ഉണ്ട്. മെമ്മറി ഫോറൻസിക് എന്ന് പറയുമ്പോൾ കളക്ടിങ് ഡാറ്റ ഫ്രം സിസ്റ്റം മെമ്മറി ലൈക്ക് സിസ്റ്റം രജിസ്റ്റേഴ്സ് ക്യാഷ് അല്ലെങ്കിൽ റാം എന്നൊക്കെ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കുന്നതാണ് മെമ്മറി ഫോറൻസിക്. അതുപോലെ മൊബൈൽ ഫോൺ ഫോറൻസിക് ഉണ്ട്. എന്തായിരിക്കാം? സിംപ്ലി ഡീൽസ് വിത്ത് എക്സാമിനേഷൻ അനാലിസിസ് ഓഫ് ഫോൺസ് ആൻഡ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഹെൽപ്സ് ടു റിട്രീവ് ആ ഒരു ഫോണിലുള്ള കോണ്ടാക്ട്സ്, കോൾ ലോഗ്സ്, ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് മെസ്സേജസ്, SMS കോൾസ് ഒക്കെ എടുത്തുകൊണ്ട് എന്താണ് അതിൽ അതോ ഡാറ്റ പ്രസന്റ് ഉണ്ട് ആ ഒരു ഫോണിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് വരുന്ന ഫോറൻസിക് കമ്പ്യൂട്ടർ ഫോറൻസിക്കിൽ വരുന്നതാണ് മൊബൈൽ ഫോൺ ഫോറൻസിക്. ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ഫോറൻസിക്കിന്റെ ടൈപ്പായിട്ട് വരുന്നത്. സോ ഈ ഒരു സൈബർ ലോ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു യൂണിറ്റിൽ നമുക്ക് സൈബർ ലോ എന്താണ്, ഇന്ത്യയിലെ സൈബർ ലോസ് എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ സൈബർ ലോന്റെ സ്കോപ്പ്, അതിൽ നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് പറഞ്ഞു, ഇലക്ട്രോണിക് കോൺട്രാക്ട്സ്, ഓൺലൈൻ കോൺട്രാക്ട്സ് പറഞ്ഞു, ഇലക്ട്രോണിക് ഗവേണൻസ്, ഇലക്ട്രോണിക് ടാക്സ് ആക്ഷൻ, ടാക്സേഷൻ, സൈബർ ക്രൈംസും അതുപോലെ കമ്പ്യൂട്ടർ ഫോറൻസിക് ഒക്കെയാണ് ഈ ഒരു സ്കോപ്പിനകത്ത് വരുന്നത്. സോ ഈ ഒരു യൂണിറ്റ് ഇത്രയും ഉള്ളൂ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.